ശ്രീ മുരളീധരൻ നോക്കൂ, മൊത്തത്തിൽ ഇതൊരു പാരഡോക്സസ് ആണെന്നുള്ളതാണ്. ഇറ്റ്സ് എ ഹെവൻ ഓഫ് പാരഡോക്സ് എന്നൊക്കെ പറയുന്നതല്ലേ. കാരണം ഒരു ഭാഗത്ത് പ്രധാനമന്ത്രി തന്നെ ഈ യൂറോപ്യൻ യൂണിയനുമായിട്ട് വെച്ച ട്രേഡ് എഗ്രിമെൻറ്റിനെ കുറിച്ച് മദർ ഓഫ് ഓൾ ട്രേഡ് എഗ്രിമെൻറ്റ്സ് എന്ന് പറയുന്നു. അതിനുശേഷം അതിനെ നേരിടാൻ നമുക്ക് കരുത്ത് നൽകേണ്ട MSMEയുടെ കാര്യത്തിൽ 40% വെട്ടിക്കുറവ് വരുത്തുന്നു. എയുമായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചൈന കൊടുക്കുന്നത് 5 ലക്ഷമാണെങ്കിൽ ഇവിടെ 10,000-ഉം 20,000-ഉം കൊടുക്കുന്നു. ഇതെങ്ങനെയാണ് സാധ്യമാവുക? ഈ ബഡ്ജറ്റ് നിറയെ പാരഡോക്സസ് ആണ്. പാരഡോക്സ് ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ നമ്മൾ എങ്ങനെ അതിനെ ക്യാപിറ്റലൈസ് ചെയ്യാം എന്നുകൂടി ചിന്തിക്കണം. ഉദാഹരണത്തിന് ആയുർവേദത്തിൻ്റെ ഒരു ഇന്ത്യയുടെ മാത്രം കൺസെപ്റ്റായിട്ടല്ല, ട്രഡീഷണൽ മെഡിസിനെ WHO തന്നെ പ്രൊമോട്ട് ചെയ്ത് തുടങ്ങിയിരിക്കുന്നു. ബയോഡൈവേഴ്സിറ്റി നോക്കുമ്പോൾ കേരളം ഉൾപ്പെടെയുള്ള സൗത്ത് ഇന്ത്യക്കാണ് അതിന് വികാസത്തിന് സാധ്യത. പക്ഷെ ആയുർവേദ പ്രോഡക്റ്റിലെ പ്രധാന പ്രശ്നമെന്ന് പറയുന്നത് ക്ലിനിക്കൽ ട്രയലും ലാബ് സർട്ടിഫിക്കേഷനുമില്ല. അതിൻ്റെ പ്രപ്പോസലിനകത്തുണ്ട്. ഞാൻ ഈ പൊതു ചർച്ചയിൽ നിന്ന് അല്പം ഡീവേറ്റ് ചെയ്ത് പോവുകയാണ്. എങ്ങനെയാണ് കേരളത്തിന് ഈ സാഹചര്യത്തിലെ ക്യാപിറ്റലൈസ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളത്. പിന്നെ രണ്ടാമത്, റെയർ എർത്ത് സ്റ്റേറ്റ് ഗവൺമെൻറ് മാത്രം വിചാരിച്ചാൽ സാധിക്കുന്നതല്ല. റെയർ എർത്ത് നാഷണൽ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വരുന്ന ഒരു വകുപ്പാണ്. അപ്പം അതുകൊണ്ട് സെൻട്രൽ ഗവൺമെൻറ് പോളിസിയെ നമുക്ക് എങ്ങനെ അത് നമുക്ക് പ്രയോജനപ്പെടുത്താം. കാര്യം എൻ്റെ പ്രധാന പ്രശ്നം, നമുക്ക് ഓൾറെഡി ഉള്ളത് പബ്ലിക് സെക്ടറാണ്. പക്ഷെ നമുക്ക് ഈ എക്സ്ട്രാക്ഷൻ അപ്പുറം ഇതിനെ വാല്യൂ ആഡഡ് പ്രോസസ്സിലേക്ക് പോകാനുള്ള ടെക്നോളജി നമ്മുടെ കയ്യിലില്ല. അപ്പം അതുകൊണ്ട് ടെക്നോളജി അഡ്വാൻസ്മെൻ്റ് ഉള്ള അങ്ങനെ പബ്ലിക് സെക്ടർ ഉണ്ടെങ്കിൽ വരട്ടെ. പ്രൈവറ്റ് സെക്ടറുമായിട്ട് സോഷ്യൽ കൺട്രോളിൽ വരികയാണെങ്കിൽ അതാ ഞാൻ പറയാം, അത് ക്യാപിറ്റലൈസ് ചെയ്യുന്ന തരത്തിൽ വേണം നമ്മൾ ആലോചിക്കേണ്ടത്. ഈ ആമ തന്നു എന്ന് പറഞ്ഞാൽ ഈ ആമയുടെ കാര്യത്തിൽ ഒരു പരിസ്ഥിതി പ്രശ്നത്തിൻ്റെ ഇഷ്യൂ ഉണ്ട്. അപ്പം അതുകൊണ്ട് എൻ്റെ ഒരു കാഴ്ചപ്പാട്, ഇതിനെ എങ്ങനെ നമുക്ക് അനുകൂലമാക്കി മാറ്റാം. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഈ യൂറോപ്യൻ യൂണിയൻ്റെ കരാറിനെയൊക്കെ നേരെ എതിർക്കാതെ ഇപ്പോൾ താരിഫിൻ്റെ കാര്യം ഉച്ചയ്ക്ക് മുമ്പ് ഡിസ്കസ് ചെയ്തു. വാസ്തവത്തിൽ എന്താണ് ലേറ്റസ്റ്റ് കണക്ക് കാണിക്കുന്നത്? സെപ്റ്റംബറിൽ നമ്മളുടെ മറൈൻ പ്രോഡക്ട്സിൻ്റെ വളർച്ച 25%. അമേരിക്കയിലേക്കുള്ളത് കുറഞ്ഞു, പക്ഷേ യൂറോപ്യൻ യൂണിയനിലേക്കും മിഡിൽ ഈസ്റ്റിലേക്കും വർദ്ധിച്ചു. സെപ്റ്റംബറിൽ 15% വർദ്ധിച്ചു. ആ പശ്ചാത്തലത്തിൽ വേണം യൂറോപ്യൻ യൂണിയൻ്റെ ഈ കരാറിനെ നമ്മൾ കാണേണ്ടത്. അപ്പോൾ ദർ ഈസ് ട്രേഡ് ഡൈവേഴ്സിഫിക്കേഷൻ. അപ്പം അതുകൊണ്ട് ഉച്ചയ്ക്ക് മുമ്പ് നടന്ന ചർച്ചയിൽ ഇത്തരം ലേറ്റസ്റ്റ് പോയിന്റുകൾ കൂടി നമ്മൾ അക്കോമഡേറ്റ് ചെയ്യണം. ഞാൻ കേരളത്തിനെതിരായിട്ട് പറയുന്നതല്ല, തീർച്ചയായും നമുക്ക് തരേണ്ടത് കിട്ടിയില്ല. പക്ഷേ ആ ഗിവൺ സാഹചര്യത്തെ നമുക്ക് എങ്ങനെ മുതലാക്കാൻ പറ്റും എന്ന് കൂടി നമ്മൾ നോക്കണം എന്നാണ് ചർച്ച. അങ്ങനെ പോകണം.